ദൈവനാമത്തിന് മാത്തുണ്ടാകട്ടെ. റെവലേഷൻ സ്റ്റഡി സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ആഴ്ച പഠിച്ച അതേ എപ്പിസോഡ് തന്നെയാണ് നമ്മൾ ഇന്ന് തുടരുന്നത്. അതന്നെ വീണ്ടും നമ്മൾ പഠിക്കുന്നത്, പക്ഷേ ആഴത്തിൽ പഠിക്കും. കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇഷ്ടംപോലെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരുവിധം ഈ തവണ നമ്മൾ ഇത് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യാൻ പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ റെക്കോർഡിംഗ് ആയിരിക്കും പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായിരുന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ഇന്ന് ഇത് പഠിക്കുന്നതിന് മുൻപ് നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തെ തേടാം. ദൈവം തന്നെ നമ്മോട് സംസാരിക്കുമാറാകട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടിയങ്ങളുടെ വാർത്തയുടെ പിതാവേ, അടിയങ്ങളുടെ സന്നിലേക്ക് പിതാവെ കടന്നു വരുന്നു. പിതാവെ, അടിയങ്ങൾ വെളിപ്പാട് പ്രവചനം 7-ാം അധ്യായം അതിന് 2-4 വാക്യങ്ങൾ അടിയങ്ങൾ നിന്ന് പഠിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം അടിയോട് കൂടെ ഇരിക്കാൻ കൃപിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന എല്ലാം അടിയങ്ങൾക്ക് മനസ്സിലാകുവാനും ഇന്ന് ദൈവം അടിയങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ദൈവം ഉദ്ദേശിക്കുന്നത് അത് അടിയങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാകുവാനും അടിയങ്ങൾ ഓരോ വ്യക്തികളെയും സഹായിക്കണമെന്ന് ഞാൻ പഠിച്ച എല്ലാ കാര്യങ്ങളും സർവശക്തൻ്റെ യേശുനാമത്തിൽ തന്നെ ആമീൻ. ഇന്നത്തെ പഠനത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ വെളിപ്പാട് പ്രവചനം 7-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. 4 കാറ്റെന്ന് പറയുന്നത് ഭൂമിയിൽ വരാൻ പോകുന്ന പ്രതിസന്ധികളാണ്. അതേപോലെ ജീവനുള്ള ദൈവം എന്നുള്ള വാക്കോട് പഠിച്ചു. ജീവനുള്ള ദൈവം നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഭൂതലത്തിൻ്റെയും സകല കാര്യങ്ങളുടെയും സൃഷ്ടാവാണ്. അപ്പോൾ അങ്ങനെയൊരു ദൈവത്തിൻ്റെ മുദ്ര എന്ന് പറയുമ്പോൾ ആ മുദ്ര ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ സകലത്തിൻ്റെയും സൃഷ്ടിതാവായ ദൈവമാണ്. ഏത് മുദ്രയാണ്? സൃഷ്ടിത ദൈവത്തിലേക്ക് ചൂണ്ടിക്കാണിക്കും. നമ്മൾ അതൊരർത്ഥത്തിൽ വിശുദ്ധ ശബ്ദത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ കൂടുതൽ പഠിക്കുകയാണ്. ബാക്കിയുള്ള വാക്യങ്ങളിൽ നമുക്ക് എന്ത് സത്യങ്ങൾ കാണാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പ്രവചനം 7-ാം അധ്യായം 2-ാം വാക്യം. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നത് കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്. ഇവിടെ നമ്മൾ കാണുന്ന തിരുവചനം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇവിടെ നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്ര എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കിഴക്ക് നിന്ന് വരുന്ന ദൂതൻ്റെ അർത്ഥമാണ്. എന്താണ് കിഴക്ക് നിന്ന് വരുന്ന ദൂതൻ? അതായിരിക്കും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് അതെന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് വ്യക്തമാക്കി തരുന്നത് എന്തെന്ന് വെച്ചാൽ, കിഴക്ക് നിന്ന് പറയുമ്പോൾ തിരുവചനത്തിന് വേറെ എവിടെയെല്ലാം കിഴക്ക് നിന്നുള്ള പ്രയോഗം നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. എവിടെയെല്ലാം കിഴക്ക് നിന്ന് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വചനത്തിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. വേദപുസ്തകം പഴയ നിയമത്തിൽ എവിടെയെല്ലാം കിഴക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകാൻ ദൈവം നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് വായിച്ചു തുടങ്ങാം. ക്ഷമിക്കണം, ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ നേരിടുന്നുണ്ട്. ഓക്കെ, ആ പ്രശ്നം പരിഹരിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ വെളിപ്പാട് പ്രവചനം 7-ാം അധ്യായം 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് എന്തെന്ന് നമുക്കറിയാം. അപ്പോൾ കിഴക്ക് നിന്ന്, ഈ കിഴക്ക് നിന്ന് എന്തിനെ ഉദ്ദേശിക്കുന്നു? നമുക്ക് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 31-ാം വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 31-ാം വാക്യം. ക്ഷമിക്കണം, ഇവിടെ വീണ്ടും ചില ടെക്നിക്കൽ ഡിഫിക്കൽറ്റീസ്. ആ സ്ലൈഡ് എനിക്ക് നിങ്ങളുടെ സ്ക്രീനിലേക്ക് ഇപ്പോൾ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പരിശോധിക്കുകയാണ്.
ഇഷ്ടംപോലെ സാങ്കേതിക പ്രശ്നങ്ങൾ നമ്മളിപ്പോഴും നേരിടുന്നുണ്ട്. പക്ഷേ ദൈവം നമ്മളെ കൂടുതൽ സഹായിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ അത് പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചതിലേക്ക് വരാം. ക്ഷമിക്കണം. അപ്പോൾ തിരുവചനം ഇപ്രകാരം പറയുന്നു: യഹോവ നിന്റെ ശത്രുക്കൾക്ക് ഒക്കെയും ഇവണ്ണം ശിക്കട്ടെ. അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോട് ഉദിക്കുന്നത് പോലെ തന്നെ. പിന്നെ ദേശത്തു നിന്ന് 40 സംവത്സരം സ്വസ്ഥത ഉണ്ടായി. ന്യായാധിപതിയുടെ പുസ്തകം 5-ാം അധ്യായം 31-ാം വാക്യം. ന്യായാധിപതിയുടെ പുസ്തകം 5:31 യഹോവയെ ദൈവത്തെ സൂര്യൻ്റെ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ എന്ന് വ്യക്തമാക്കി നമുക്ക് പറയുന്നു. അതേപോലെ മലാക്കിയുടെ പ്രവചനം 4:2 നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചെറിയ കീഴിൽ രോഗപശാന്തിയോടുകൂടി ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളി ചാടും. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം ഇവിടെ വ്യക്തമാക്കുന്ന ചില സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ രണ്ടിടത്തും യഹോവേ ദൈവത്തെ അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ നീതി സൂര്യൻ അല്ലെങ്കിൽ എന്നാണ് പറയുന്നത്. അതേപോലെ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ വെളിപ്പാട് പ്രവചനം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച കാര്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അവിടെ കിഴക്ക് നിന്നാണ് നമ്മൾ വായിച്ചത്. പക്ഷേ ചില വിവർത്തനങ്ങൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് സൂര്യൻ ഉദിക്കുന്ന ദിശ എന്ന അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ കിഴക്ക് നിന്നും എന്നുള്ള അർത്ഥത്തേക്കാൾ സൂര്യൻ ഉദിക്കുന്ന ദിശ എന്നാണ്. നമ്മൾ കിഴക്ക് നിന്നാണ് വായിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് സൂര്യൻ ഉദിക്കുന്ന ദിശ? നമ്മളൊരു പ്രഭാതം പൊട്ടിപ്പുറപ്പെടുമ്പോൾ നമുക്കറിയാം, ആദ്യം വെളിച്ചം വളരെ വളരെ ചെറുതാണ്. സൂര്യൻ ഉദിച്ച് പോകുന്ന സമയത്തോളം ആ വെളിച്ചം കൂടുന്നു, ആകാശമണ്ഡലത്തെ അത് മുഴുവനും പ്രകാശിപ്പിക്കുന്നു. അതേപോലെ ആകുന്നു വെളിപ്പാട് 7-ൽ കാണുന്ന ദൂത്. ആ ദൂത് ആരംഭിക്കുന്നത് ചെറിയ വെളിച്ചമായിട്ടാണെങ്കിലും ആ വെളിച്ചം പെരുകി വെളിപ്പാട് 18-ാം അധ്യായത്തിലെത്തുമ്പോൾ അത് ഭൂമിയെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന വലിയ വെളിച്ചമായി മാറുന്നു. ആ സൂര്യൻ എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം അത് ഏറ്റവും ശക്തിയായിട്ട് അന്ത്യനാളുകളിൽ പ്രസംഗിക്കപ്പെടും. അത് ഏറ്റവും ശക്തിയായിട്ട് ഭൂമിയെ മുഴുവനും പ്രകാശിപ്പിക്കും. അതാകുന്നു കിഴക്ക് നിന്ന് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം. പക്ഷെ അത് മാത്രമല്ല ഇതിൻ്റെ അർത്ഥം. ഇനിയും അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കൂടുതൽ അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന സമാഗമന കൂടാരത്തിൻ്റെ ചിത്രമാണ്. സമാഗമന കൂടാരത്തിൻ്റെ ചിത്രം നമ്മൾ കാണുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സമാഗമന കൂടാരത്തിന് 3 സ്ഥലം അത് നമുക്കുണ്ട്. പക്ഷേ അതിൻ്റെ പ്രാകാരം, അതിൻ്റെ എൻട്രി അല്ലെങ്കിൽ പ്രവേശനം എന്ന് പറയുന്നത് കിഴക്ക് നിന്നാണ്. നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ കിഴക്ക് നിന്നാണ് അതിൻ്റെ പ്രവേശനം. അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ എസെക്കിയേലിൻ്റെ പ്രവചനം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില സംഭവ വികാസങ്ങളുണ്ട്. അവിടെ മഹാപുരോഹിതന്മാർ അതിവിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ, എവിടെയാണ് അതിവിശുദ്ധ സ്ഥലത്ത്, ദൈവത്തോട് തങ്ങളുടെ പുറങ്ങളെ തിരിച്ച് അവർ സൂര്യനെ ആരാധിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ സമാഗമന കൂടാരം, ആ ചിത്രത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും കൊണ്ടുപോവുകയാണ്. ആ ചിത്രത്തിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്ന വെച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, സമാഗമന കൂടാതെ ഹോളി ഓഫ് ഹോളീസ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നു. അവിടെ അവരുടെ പുറം തിരിഞ്ഞു നിൽക്കണമെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന എങ്ങോട്ടാണ്?
എൻട്രിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവേശനമാണ്. ആ പ്രവേശനത്തിൽ എന്തുണ്ടാവും? സൂര്യൻ ഉദിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ അത് കിഴക്കാകുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ പ്രാകാരത്തിൻ്റെ ദിശ നമുക്ക് വേദപുസ്തകം തന്നെ മനസ്സിലാക്കാൻ പല വിധങ്ങളുണ്ട്. ഞാൻ ഒരു വിധം മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ അതേ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവേശനം എവിടെയാണ്? കിഴക്കാണ്. അപ്പോൾ ഈ ദൂതനും വരുന്നത് സമാഗമന കൂടാരത്തിൽ നിന്നാകുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അർത്ഥം അവിടെ അവസാനിക്കുന്നില്ല. ഇനിയും നമുക്ക് ആഴത്തിൽ പോകുമ്പോൾ ഇതിൻ്റെ കൂടുതൽ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നമ്മൾ ദാനിയേലിൻ്റെ പ്രവചനം നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ചുകൂടി വ്യക്തമാക്കി ഈ കിഴക്ക് നിന്ന് വരുന്ന ഈ ദൂതന് ഒരു പ്രാധാന്യം നൽകുന്നുണ്ട്. ദാനിയേലിൻ്റെ പ്രവചനം 11-ാം അധ്യായത്തിൽ നമുക്ക് അടയ്ക്കുകയാണെങ്കിൽ അവിടെ വടക്കൻ രാജാവും തെക്കേ ദേശീയ രാജാവും തമ്മിൽ യുദ്ധത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ് ദാനിയേൽ 11. അതിന് 44-ാം വാക്യത്തേക്ക് കടക്കുകയാണെങ്കിൽ, എന്നാൽ കിഴക്ക് നിന്നും വടക്ക് നിന്നുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവർ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തൽ ഇടും. അവിടെ അവർ അന്തരിക്കും, ആരും അവനെ രക്ഷിക്കുകയുമില്ല. ദൈവത്തിൻ്റെ തിരുവചനം ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്ന ചില സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എന്താണ് ദൈവത്തിൻ്റെ തിരുവചനം നമുക്കിവിടെ വ്യക്തമാക്കുന്നത്? അന്ത്യനാളിൽ കിഴക്ക് നിന്നും അതേപോലെ വടക്ക് നിന്നുമുള്ള വർത്തമാനങ്ങൾ ആരെ പരവശനാക്കും? വടക്കേ ദേശത്തെ രാജാവ്. ആരാണ് വടക്കേ ദേശ രാജാവ്? നമ്മൾ ദാനിയേൽ 11 പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ അന്തസ്സത്ത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് പാപ്പാത്വത്തെക്കുറിച്ച് പറയുന്നു. ഈ വടക്കേ ദേശത്തെ രാജാവിനെ ചൊടിപ്പിക്കുന്നത് എന്താണ്? ദാനിയേലിൻ്റെ പ്രവചനം നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് വലിയൊരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ ആ വലിയൊരു ബിംബത്തിൽ തല തങ്കം കൊണ്ട്, അതാണ് ബാബിലോൺ. അദ്ദേഹം വിചാരിച്ചിരുന്നത് ബാബിലോൺ എന്നും നിലനിൽക്കുമെന്നാണ്. പക്ഷേ ആ വിഗ്രഹത്തിൽ കണ്ടതുപോലെ വേറെ പിന്നെയും ബാക്കി 3 സാമ്രാജ്യങ്ങൾ വരും. ആ 3-ാമത്തെ സാമ്രാജ്യത്തിൽ 2 ഭാഗമുണ്ട്. പക്ഷേ ആ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും അവസാന സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ കൈ തൊടാതെ കല്ല് വന്ന് പതിച്ച് അതിനെ നശിപ്പിക്കുന്നു. ഈ വാർത്ത ആരെ പരവശനാക്കി? നെബൂഖദ്നേസർ രാജാവിനെ പരവശനാക്കി. ആ നെബൂഖദ്നേസർ രാജാവ് എന്ത് ചെയ്തു? ദാനിയേലിന്റെ പ്രവചനം 3-ാം അധ്യായം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ദൂരാ സമഭൂമിയിൽ ഒരു വിഗ്രഹം നാട്ടി. ഇത് തന്നെയാണ് ദാനിയേലിന്റെ പ്രവചനം 11-ാം അധ്യായം 44-ാം വാക്യം പറയുന്നത്. അത് പ്രതീകാത്മകമായിട്ട് അന്ന് നടന്നു. ഈ പ്രവചനം അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ അന്ന് നടന്നു. അതിൻ്റെ കൂടുതലുള്ള ഒരു നിറവേറൽ നമ്മൾ അന്ത്യകാലത്ത് കാണാൻ സാധിക്കുന്നു. എന്താകുന്നു? സുവിശേഷം, ഈ സത്യസുവിശേഷം വെളിപ്പാട് 14 ത്രിവിധ ദൂതിലെ 3-ാമത്തെ ദൂത് ശക്തിയായിട്ട് പ്രസംഗിക്കുമ്പോൾ ഈ രാജാവിന് ദേഷ്യം തോന്നും. അവൻ ഞായറാഴ്ച നിയമത്തെ അവൻ ശക്തിയാക്കും. അതാണ് ദൂര സമൂഹത്തിൽ വയ്ക്കുന്ന ആ വിഗ്രഹം. അതിനെ കണ്ട് നമസ്കരിക്കാത്തവരെ എന്തു ചെയ്യുന്നു? കൊല്ലുവാനുള്ള കൽപ്പന കൊണ്ടുവരുന്നു. അതേപോലെ അന്ത്യനാളിൽ ഞായറാഴ്ച വിശുദ്ധ ശബത്തായിട്ട് ആചരിക്കാത്തവരുടെ മേൽ മരണശിക്ഷ കൊണ്ടുവരുന്നു. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ പരവശനാക്കുന്ന വടക്കേ ദേശീയ രാജാവിനെ, അല്ലെങ്കിൽ പിശാചിനെ പരവശനാക്കുന്ന അന്നത്തെ ജനത്തെ ഒരുക്കുന്നത് വെളിപ്പാട് 7-ൽ കാണുന്ന ആ ദൂതനാണ്. ആ ദൂതൻ്റെ കയ്യിൽ ഒരു ദൂതുണ്ട്. അതേ ദൂത് ഏതാണ്? അതാണ് നമ്മൾ കാണുന്ന വെളിപ്പാട് വചനം 14-ാം അധ്യായത്തിലെ ത്രിവിധ ദൂത്. അതെങ്ങനെ മനസ്സിലാക്കി? എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു വർഷം മുമ്പായിരുന്നു എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പഠിപ്പിച്ചായിരുന്നു ഈ ത്രിവിധ ദൂതിലെ 3-ാമത്തെ ദൂതനും വെളിപ്പാട് 7-ലെ മുദ്രയിടുന്ന ദൂതനും ഒരേ ഒരു വ്യക്തി തന്നെ ആകുന്നു എന്ന് സ്പിരിറ്റ് ഓഫ് പ്രോഫസി എന്നുള്ള കൊട്ടേഷൻ വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. ആ എപ്പിസോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഫർദറായിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് ഈ സീലിംഗ് മെസ്സേജ് അന്ത്യനാളിൽ പ്രസംഗിക്കപ്പെടുന്ന ആ സീലിംഗ് മെസ്സേജ് തന്നെയാണ് വെളിപ്പാട് 7. അതേ ദൂത് തന്നെയാണ് വെളിപ്പാട് 14 കാണുന്ന ത്രിവിധ ദൂത്. ഇപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൂടുതൽ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാം. ആഴങ്ങൾ എന്ന് പറയുമ്പോൾ പ്രവാചിക ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു, ഈ കാലഘട്ടത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു നോക്കാം. നമുക്കറിയാം 4 ദൂതന്മാർ 4 കാറ്റിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് പ്രവാചിക എന്തു പറയുന്നു? നമുക്ക് വായിക്കാം. ടെസ്റ്റിമണീസ് ടു ചർച്ച് വോളിയം 5 152-ാമത്തെ പുറം. ദ ടൈം ഈസ് കമ്മിങ് വെൻ വി കനോട്ട് സെൽ അറ്റ് എനി പ്രൈസ്. ഒരു സമയം വരികയാണ് നമുക്ക് ഒരു വിലയ്ക്ക് നമുക്ക് വിൽക്കുവാൻ സാധിക്കില്ല. ദ ഡിഗ്രി വിൽ സൂൺ ഗോ ഫോർത്ത് prohibiting man to buy or sell of any man say him that had the mark of the beast. ഉടൻ തന്നെ ഒരു കൽപ്പന പുറപ്പെടും. മൃഗത്തിൻ്റെ മുദ്ര ഇല്ലാത്ത ഒരു വ്യക്തിക്കും വിൽക്കുവാനോ വാങ്ങുവാനോ സാധിക്കില്ല.
We came near having this realized in California a short time since, but this was only the threatening of the blowing of the four winds. ദൈവമക്കളെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ എന്താണ് പറഞ്ഞത്? ആ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. We came near having this realized in California a short time since, but this was only the threatening of the blowing of the four വിൻസ്. ഇത് നിങ്ങൾക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കാലിഫോർണിയയിൽ USA നമുക്കറിയാം 1888 ആ ചുറ്റുപാട് കാലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അഡ്വെന്റിസ്റ്റ് ചരിത്രം അറിയാൻ നമുക്ക് ഇത് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ എന്താണ് അന്ന് സംഭവിച്ചത്? ഒരു ദേശീയ ഞായറാഴ്ച നിയമം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയിൽ കൊണ്ടുവരാനുള്ള ഓരോ നടപടികൾ എടുത്തുകൊണ്ടിരുന്നു. അന്ന് ഞായറാഴ്ച ചില അഡ്വെന്റിസ്റ്റുകാർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു, ഞായറാഴ്ച അവർ വിശുദ്ധിയോടെ കാക്കാത്തത് കൊണ്ട്. ഒരു തരത്തിൽ ഞായറാഴ്ച നിയമത്തിൻ്റെ ഒരു തരം നമ്മൾ ആ വർഷത്തിൽ നിറവേറുന്നത് കണ്ടു. അതിനെ സഹോദരി എലിഞ്ചിവേറ്റ് പറയാണ്, ഇറ്റ്സ് എ ത്രെറ്റനിങ് ഓഫ് ദി റിലീസ് ഓഫ് ദി ഫോർ വിൻസ്. കാലിഫോർണിയയിൽ ഈ മൃഗത്തിൻ്റെ മുദ്രയില്ലാതെ വിൽക്കുവാനോ വാങ്ങാൻ പറ്റുന്ന അവസ്ഥ അവർ തിരിച്ചറിഞ്ഞു. അത് കാലിഫോർണിയയിൽ തിരിച്ചറിഞ്ഞു. അതെന്താകുന്നു? 4 കാറ്റ് ഊതി വിടുന്നതിൻ്റെ താക്കീതാണ്. അപ്പോൾ 4 കാറ്റ് ഊതി വിടുന്നതല്ല ഞായറാഴ്ച നിയമം. ഞായറാഴ്ച നിയമം 4 കാറ്റ് ഊതി വിടാൻ പോകുന്നു എന്ന് ദൈവത്തിന് മക്കൾക്ക് കാണിച്ചു തരികയാണ്. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു താക്കീത് കാണാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിലേക്ക് ഞാൻ കടന്നു വരും. പക്ഷേ ഈ കോട്ട് നമുക്ക് പൂർണ്ണമാക്കാം. പിന്നെ പറയുന്നു അവിടെ, As they held by the 4 angels, we are not just ready. ആ 4 ദൂതം അത് പിടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ തയ്യാറല്ല. There's a work yet to be done. ഒരു പ്രവൃത്തി ഇനിയും ചെയ്യാനുണ്ട്. And then the angels will be bidden to let go, that 4 winds may blow upon the earth. There will be decisive time for God's children, a time of trouble such as never was since there was a nation. Now is an opportunity to work. അപ്പോൾ ഇത് നമുക്ക് വ്യക്തമാക്കുന്നു, ഇപ്പോഴാണ് നമുക്ക് പ്രവർത്തിക്കേണ്ട സമയം, അപ്പോഴല്ല. കാരണം വലിയൊരു കഷ്ടകാലം വരാൻ പോകുന്നു. ദൈവത്തിന് മക്കൾക്ക് അത് ഏറ്റവും വലിയ കഷ്ടകാലവും അത് അവരുടെ വിധിയെ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടവും ആയിരിക്കുമെന്ന് സഹോദരി എഞ്ചിവായിട്ട് വ്യക്തമാക്കുന്നു. എന്തുകൊണ്ട് ദൈവം അന്ന് കാറ്റ് ഊതിവിട്ടില്ല? അതിനെക്കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്തുകൊണ്ട് 4 കാറ്റ് ഊതിവിട്ടില്ല? അത് ഊതാൻ വിട്ടില്ല. ദൈവത്തിൻ്റെ ജനം തയ്യാറായില്ല. ദൈവത്തിൻ്റെ മുദ്രയ്ക്ക് തയ്യാറല്ല. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ രക്തം കാണിച്ചിട്ട് പിതാവിനോട് ചോദിക്കുകയാണ്, എൻ്റെ സഭ തയ്യാറല്ല, എൻ്റെ ജനം തയ്യാറല്ല. ഈ ഭൂമിയിൽ ഇനിയും പ്രയാസങ്ങൾ കൂടുന്നത് എന്നെയും നിങ്ങളെയും കാരണമാണ്. ഈ ഭൂമിയിൽ ഇനിയും കഷ്ടപ്പാടിൽ കൂടുന്നത് എന്നെയും നിങ്ങൾ കാരണമാണ്. കാരണം ക്രിസ്തു വരുമ്പോൾ കഷ്ടപ്പാട് അവസാനിക്കും. മത്തായി 24 പറയുന്നുണ്ട്, ലോകത്ത് എമ്പാടും സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരും. അവസാനം അടുക്കുമ്പോൾ ഈ ദൂത് എല്ലാവരും അറിയും. പക്ഷേ അതിനു മുൻപ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ജനം ഒരുങ്ങണം. അവർ മുദ്ര ഏൽക്കുവാൻ അവർ തയ്യാറാകണം. ഇന്ന് ഞാൻ നിങ്ങൾ തയ്യാറാകാത്തതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ വരവ് ഇനിയും വൈകുന്നത്. അപ്പോൾ ആ കുറ്റം നമ്മുടെ മേലാണ്. കാറ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചു. എങ്കിലും നമുക്ക് ഒന്നും കൂടി അതിലൂടെ കടന്നു പോകാം ഉറപ്പിന് വേണ്ടി. യെരമ്യാവ് 30:23-24 യഹോവയുടെ ക്രോധം എന്ന ചുഴലിക്കാറ്റ് കടുപ്പമായി അടിക്കുന്ന ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെടുന്നു. അത് ദുഷ്ടന്മാരുടെ തലമേൽ ചുഴന്നടിക്കും. യഹോവയുടെ ഉഗ്രകോപം അവൻ്റെ മനസ്സിലെ നിർണയങ്ങളെ നടത്തി നിവർത്തിക്കുവോളം മടങ്ങുകയുമില്ല. ഭാവി കാലത്ത് നിങ്ങൾ അത് ഗ്രഹിക്കും. ദൈവത്തിൻ്റെ തിരുവചനം ഇവിടെ വ്യക്തമാക്കുന്നു. എന്താകുന്നു കാറ്റ്? ദൈവത്തിൻ്റെ ക്രോധം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം ആകുന്നു എന്ന് ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തം. അപ്പോൾ കഷ്ടപ്പാട്, അന്ത്യനാളിലെ കഷ്ടപ്പാടാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഈ 4 കാറ്റ്. ഇനി നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടമായിട്ട് ഈ ദൂതനെ ഞാൻ ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ഒരു കോട്ട് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ കോട്ടിലേക്ക് ഞാൻ നിങ്ങൾ ശ്രദ്ധ തിരിക്കുകയാണ്. മാനുസ്ക്രിപ്റ്റ് റിലീസസ് എന്നതാണ്. ജനറൽ മാനുസ്ക്രിപ്റ്റ് അൺടൈറ്റിൽഡ് ടൈപ്പ് ഓഗസ്റ്റ് 13, 1899 ഇവിടെ എഴുതിയിരിക്കുന്ന ഞാൻ അതേപോലെ വായിക്കുന്നില്ല ഇംഗ്ലീഷിൽ. ഞാൻ മലയാളത്തിൽ പറയാം, സമയം കുറവ് മൂലം. ഇപ്പോൾ നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എനിക്ക് 7:30 അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് കുറച്ച് സമയം കൂടുതലെടുക്കും. ഇടയ്ക്ക് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണം നമുക്ക് കുറച്ച് സമയം നഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ്? ഇന്ത്യ, ചൈന, റഷ്യ ആൻഡ് സിറ്റീസ് ഓഫ് അമേരിക്ക, 4 രാജ്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഇന്ത്യ, ചൈന, റഷ്യ, അമേരിക്ക. ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരാണ് പട്ടിണി മൂലം മരിക്കുന്നത്. ധനവാന്മാർ അവർക്ക് പൂർണ്ണ ശക്തി ഉള്ളതുകൊണ്ട് അവർ വ്യാപാരത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ട് അവർ ചെറിയ വിലയിൽ എല്ലാം വാങ്ങിച്ച് കൂട്ടിയിട്ട് അത് വലിയൊരു വിലയിൽ അവർ വിൽക്കുന്നു. ഇത് എന്തുണ്ടാക്കുന്നു? സാമ്പത്തികമായിട്ട് ചെറിയ ക്ലാസ്സുകളിലേക്ക് അല്ലെങ്കിൽ താഴ്ന്നു കിടക്കുന്നവർക്ക് പട്ടിണി കൊണ്ടുവരുന്നു. അതുമൂലം വലിയൊരു വിപ്ലവം ഉണ്ടാകാൻ പോകുന്നു, സിവിൽ വാർ.
അതിനുശേഷം പിന്നെ പറയുന്നു ദർ വിൽ ബി ടൈം ഓഫ് ട്രബിൾ സച്ച് ആസ് നെവർ വാസ് സിൻസ് ദർ വാസ് എ നേഷൻ. അപ്പോൾ ഇവിടെ ദൈവം വ്യക്തമാക്കിയാണ് പ്രവാചകരിലൂടെ എന്താണ്, ആദ്യം ഞായറാഴ്ച നിയമമാണ് 4 കാറ്റ് ഊതി വിടുന്നതിൻ്റെ താക്കീത്. പക്ഷേ 4 കാറ്റ് ഊതി വിടുന്ന മുൻപ് തന്നെ വേറൊരു കാര്യം സംഭവിക്കുന്നു. അത് എന്താകുന്നു? വിപ്ലവമാണ്, അല്ലെങ്കിൽ ദ സിവിൽ വാർ. ഇനി വേറൊരു കോട്ടും കൂടി, ഗ്രേറ്റ് കോൺട്രവേഴ്സി. അതിൻ്റെ 589 590 പുറമാണ്. ഞാൻ ഇവിടെയും വായിക്കുന്നില്ല, ഞാൻ എൻ്റെ മലയാളം തർജ്ജമയാണ് പറയുന്നത്. അവൻ അല്ലെങ്കിൽ പിശാച് ലോകത്തിന് മുമ്പാകെ വലിയ വൈദ്യനെ പോലെ അവൻ പ്രത്യക്ഷപ്പെടും, എല്ലാവരുടെയും സൗഖ്യമാക്കാൻ ശക്തിയുള്ളവനെ പോലെ. നമ്മളിപ്പോൾ ജീവിച്ചിരുന്ന കാലഘട്ട അപ്രകാരമാണ്. കാരണം മഹാമാരിയാൽ കുറേ പേർ കഷ്ടപ്പെടുന്നു. അവൻ എന്ത് ചെയ്യുന്നു? അവൻ തന്നെ രോഗവും പ്രകൃതി ദുരന്തങ്ങളും കൊണ്ടുവന്ന് ജനസാന്ദ്രത നഗരങ്ങളെ നശിപ്പിച്ച് അതിന് ഉന്മൂലനാശം വരുത്തുന്നു. ഇവൻ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എപ്രകാരം? വലിയ വിപത്തിൽ കൂടെ, വലിയ ആപത്തിൽ കൂടെ, കടലിൽ നടക്കുന്ന ആപത്തിൽ കൂടെ, കരയിൽ നടക്കുന്ന ആപത്തിലൂടെ, വലിയ കാട്ടുതീയിൽ കൂടി, വലിയ ചുഴലിക്കാറ്റിൽ കൂടി, വലിയ കൽമഴയിൽ കൂടി, വലിയ പ്രളയത്തിൽ കൂടി, വലിയ കടലാക്രമണത്തിൽ കൂടി, ഭൂമികുലുക്കത്തോടെ അവൻ എല്ലായിടത്തും അവൻ്റെ ശക്തി അവൻ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പിശാചിൻ്റെ ശക്തിയാകുന്നു. ഇനി ഇതിൽ പറയുന്നത് എന്താണ്? അതിനുശേഷം എന്ത് ചെയ്യും? പിശാച് അവരുടെ മുമ്പിൽ വലിയ വൈദ്യനെ പോലെ പ്രത്യക്ഷപ്പെട്ടിട്ട് അവൻ പറയും, അവൻ പ്രവർത്തിക്കുന്ന വ്യക്തികൾ പറയും. എന്താണ് അവർ പറയാൻ പോകുന്നത്? മനുഷ്യർ ഇന്ന് ദൈവത്തെ അപമാനിക്കാൻ എങ്ങനെ? ഞായറാഴ്ച ശബത്തിനെ അപമാനിച്ചുകൊണ്ട്, ഞായറാഴ്ച അവർ വിശ്രമിക്കാത്തതുകൊണ്ട്. അത് എന്ത് ചെയ്യുന്നു? അതാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടുവരുന്നത്. ഈ ഞായറാഴ്ച നിയമം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഈ പ്രകൃതി ദുരന്തങ്ങൾ അവസാനിക്കും. ഞാൻ കൂടുതൽ ഇത് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇത് കാണുന്ന സമയത്ത് നമുക്ക് ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കോട്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കാലാവസ്ഥ വ്യതിയാനവും ഞായറാഴ്ച നിയമവും ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകം നമുക്ക് ബന്ധിപ്പിക്കുന്നു. ഇന്ന് പലരും വിശ്വസിക്കുന്നില്ല ഈ കാലാവസ്ഥ വ്യതിയാനം ഞായറാഴ്ച നിയമത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പലരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകം നമുക്കിത് തുറന്നു കാട്ടി തരുന്നു. അതെ, ഈ കാലാവസ്ഥ വ്യതിയാനം, ഈ പ്രകൃതി ദുരന്തങ്ങൾ എല്ലാം അവൻ ഞായറാഴ്ചയിലേക്ക് കൊണ്ട് എത്തിക്കുന്നു. ഞായറാഴ്ച കൊണ്ടുവന്നാൽ, ഞായറാഴ്ച വിശ്രമിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? പ്രകൃതി ദുരന്തങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കും. ഇന്ന് ലോകത്തിലേക്കുന്ന മുറവിളി എന്താണ്? കാലാവസ്ഥ വ്യതിയാനം, പ്രകൃതി ദുരന്തങ്ങൾ. ഇത് നമുക്ക് എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും? പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു ദിവസം വിശ്രമിക്കണം. അതിലൊന്ന് ഒരു ദിവസം ഞായറാഴ്ച ഒരു ദിവസം വിശ്രമിക്കുമ്പോൾ അത്രത്തോളം പൊല്യൂഷൻസ് കുറയാൻ നമുക്ക് കാണാൻ സാധിക്കും. 2004 ഒരു സുനാമി ഉണ്ടായ സമയത്ത് ഒരു ഇവാഞ്ചലിക്കൽ പാസ്റ്റർ പറഞ്ഞു, ഇന്ന് ദൈവം ലോകത്തെ ശിക്ഷിച്ചതാണ്, കാരണം ഞായറാഴ്ച അവർ വിശുദ്ധിയുടെ കാക്കാത്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. 2004 ഈ ശബ്ദം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് നാൾ കഴിയും തോറും ഇത് വർദ്ധിച്ചു വരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇനി ഇന്നത്തെ ഈ ലൗഡാറ്റോ സി ഇന്ന് എവിടെ ചെന്ന് എത്തിയിരിക്കുന്നു? ലൗഡാറ്റോ സി എൻസൈക്ലിക്കിൽ 2015 പോപ്പ് ഇറക്കിയതാണ്. ഈ പറയുന്ന ഈ ലൗഡാറ്റോ സിയിൽ പറഞ്ഞ പല കാര്യങ്ങളും കീ എലിമെൻ്റായിട്ട് ശാബത്താണ്, പക്ഷെ അത് സൺഡേ ആണ്. യുക്കാരിസ് അല്ലെങ്കിൽ കുർബാന, ഇതിനെക്കുറിച്ച് എല്ലാം അത് പറയുന്നുണ്ട്. ആ ലൗഡാറ്റോ സിയെക്കുറിച്ച് 2020 വരുന്ന ഒരു വാർത്തയാണ് ഇനി ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ. നിങ്ങൾക്കിപ്പോൾ ആ വാർത്ത ഇപ്പോൾ കാണാം. പോപ്പ് ഫ്രാൻസിസ് ലോഞ്ച് 7-year ലൗഡാറ്റോ സി ആക്ഷൻ പ്ലാൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു? പോപ്പ് ഫ്രാൻസിസ് എന്ത് ചെയ്യാണ്? 7 വർഷം കൊണ്ട് ലൗഡാറ്റോ സി ആക്ഷൻ പ്ലാൻ, ലൗഡാറ്റോ സി പറയുന്ന പല കാര്യങ്ങളും പ്രവൃത്തിയിൽ വരുത്താൻ വേണ്ടി 7 വർഷത്തെ ഒരു പദ്ധതി അവർ ഒരുക്കുകയാണ്. എന്താണ് അവർ ചെയ്യുന്നത്? 7 വർഷത്തെ ഒരു പദ്ധതി ലൗഡാറ്റോ സിക്ക് വേണ്ടി അവർ ഒരുക്കുകയാണ്. അപ്പോൾ ലൗഡാറ്റോ സിയിൽ എന്തുണ്ട്? ഞായറാഴ്ച വിശ്രമ ദിവസമാക്കുക. ഈ പ്ലാൻ 7 വർഷം കൊണ്ടാണ്. 7 വർഷം കൊണ്ട് ഒരു ഞായറാഴ്ച നിയമം വന്നുകൂടെ? ചിന്തിക്കുക, കോമൺ സെൻസ് വരാം. പലരും ഇന്നും ചിന്തിക്കുന്നു അത് ഇപ്പോഴൊന്നും വരത്തില്ല, ഞായറാഴ്ച നിയമം ഇപ്പോഴൊന്നും വരികയില്ല. ചിലരെന്ന് പറയുന്നു എലൻ ജി വൈറ്റിൻ്റെ പ്രവചനം അത് അന്ന് എഴുതിയതാണ്, ഇപ്പോൾ കാലം കഴിഞ്ഞു, അങ്ങനെ ഇന്ന് അതേപോലെ നടക്കത്തില്ല. എൻ്റെ ദൈവത്തെക്കുറിച്ച് തിരുവചനം പറയുന്നത് അവൻ മാറാത്തവനാണ്, അവൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ നിറവേറും. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന വേറെ ഒരു ന്യൂസ് എന്തെന്ന് വെച്ചാൽ, ഇത് സ്റ്റേറ്റ് ടൈമിൽ എടുക്കുന്ന പോപ്പ് ഹോപ്സ് ടു അറ്റൻഡ് COP26 ക്ലൈമറ്റ് സമ്മിറ്റ് ലോഞ്ചസ് ഗ്രീൻ ഇനിഷ്യേറ്റീവ്. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണുന്നത് നവംബർ മാസം ഒരു COP26 സമ്മിറ്റ് നടക്കാൻ പോവുകയാണ്. ഈ സമ്മിറ്റിൽ ലോക നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടും. ഇപ്പോൾ കൊറോണ വൈറസിന് ഉള്ള സമയത്ത് അവർ പറഞ്ഞു ഇനി ഏറ്റവും വലിയ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്
കാലാവസ്ഥ വ്യതിയാനമാണ്. ആ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അവിടെ ആര് വരുന്നു? പോപ്പ് വരുന്നു. പോപ്പിൻ്റെ കാലാവസ്ഥ വ്യതിയാനത്തിന് വേണ്ടി സൊല്യൂഷൻ എന്താണ്? ലൗഡാറ്റോ സി. ലൗഡാറ്റോ സി അതിനെ പദ്ധതി നിറവേറ്റാൻ വേണ്ടി അവൻ 7 വർഷത്തെ പദ്ധതി ഉണ്ടാക്കി കഴിഞ്ഞു. കാത്തലിക് ചർച്ച് അത് പല സ്ഥലങ്ങളിലും പല നടപ്പിലാക്കുന്നു. അതേ കൂടാതെ അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? COP26 പോയി സംസാരിക്കാൻ പോവുകയാണ്. COP26 പോയി സംസാരിക്കാൻ എന്തുകൊണ്ടാണ് COP26 പോയി അദ്ദേഹം സംസാരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഈ അജണ്ട നടപ്പിലാക്കുവാൻ. അപ്പോൾ വേണമെങ്കിൽ COP26 മീറ്റിംഗിന് ശേഷം ഒരു ഞായറാഴ്ച നിയമം വരാം, അറിയത്തില്ല. ചിലപ്പോൾ ദൈവം നമുക്ക് ഇനിയും സമയം നീട്ടിത്തരാം. ഞായറാഴ്ച നിയമത്തിന് പല ഘട്ടങ്ങളുണ്ട്. ഉടൻ തന്നെ മൃഗത്തിന് മുദ്രയാക്കുന്ന ഞായറാഴ്ച നിയമത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞായറാഴ്ച നിയമം പല ഘട്ടങ്ങളിലേക്കും വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷേ ഇന്ന് വെളിപ്പാട് 7 വരെ നാം ചിന്തിക്കുകയാണ്. ഞായറാഴ്ചയുടെ മുറവിളി നമ്മൾ കാണാൻ സാധിക്കുന്നു. അത് 4 കാറ്റിനെ ഊതാൻ പോകുന്നതിൻ്റെ താക്കീതാകുന്നു എന്ന് ദൈവം നമുക്ക് പറയാം. ആ 4 കാറ്റ് ഊതിവിടാൻ നമ്മൾ തയ്യാറാണോ? അത് അഴിച്ചു വിടുമ്പോൾ ദൈവജനമായി ഞാനും നിങ്ങളും തയ്യാറാണ്. ഒരു മനോഹരമായ കോട്ട് ഇതിലേക്ക് ഞാൻ ഇപ്പോൾ നൽകുന്നത് ഇവാഞ്ചലിസം എന്ന പുസ്തകത്തിലാണ് ഈ കോട്ട എടുക്കുന്നത്. ഇത് ലൈറ്റ് ഇവിടെ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ വിശുദ്ധ ശബത്തിൻ്റെ സത്യത്തിൻ്റെ വെളിച്ചം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. 4 കൽപ്പന വിശുദ്ധ ശബത്തിൻ്റെ സത്യസന്ധത തിരുവചനത്തിൽ അടിസ്ഥാനപ്പെടുത്തി കാണിച്ചു തന്നു. അത് ഞായറാഴ്ച അല്ല എന്നുള്ളതും ഞായറാഴ്ച ആരാധിക്കുന്നത് തെറ്റായിട്ടുള്ള ശബത്താണ്, അന്ന് തിരുവചന പ്രകാരം ഒരു തെളിവില്ല എന്നും ആൾക്കാർ മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും 7-ാം ദിനമായ വിശുദ്ധ ശബത്തിന്, ദൈവം എൻ്റെ വിശുദ്ധ ദിവസം എന്ന് പറയുന്ന ദൈവത്തിന് 7-ാം ദിനമായ വിശുദ്ധ ശബത്തിനെ പാലിക്കാൻ അവർ മനസ്സ് കാണിച്ചില്ല എങ്കിൽ അവർക്ക് മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കും. ഇപ്പോഴല്ല, വെൻ ഡു ദിസ് ടേക്ക് പ്ലേസ്? എപ്പോൾ സംഭവിക്കും? നിങ്ങൾ ആ കൽപ്പന അനുസരിച്ച് വെൻ യു സീസ് ടു വർക്ക് ഫ്രം ലേബർ ഓൺ സൺഡേ ആൻഡ് വർഷിപ്പ്. 2 കാര്യമുണ്ട്. ഞായറാഴ്ച നിങ്ങൾ ജോലി ചെയ്യാതിരിക്കുക, അന്ന് ആരാധിക്കുക. ഇത് വളരെ വളരെ പ്രധാനമാണ്. ഇത് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ സാധിക്കുന്ന ഞായറാഴ്ച നിയമത്തിൻ്റെ മെയിനായിട്ട് 2 ഘട്ടമാക്കുകയാണെങ്കിൽ, ആദ്യം ഇസ് എ നോ വർക്ക് ഡേ. അന്ന് ജോലി ചെയ്യാൻ പാടില്ല. ഒരു ദിവസത്തെ വിശ്രമം, ഒരു ദിവസത്തെ ലോക്ക്ഡൗൺ. പിന്നെ വരാൻ പോകുന്ന അതൊരു വിശ്രമ ദിവസമായി കിടക്കും. ആണ് പറയുന്നത് ആർക്കാണ്? അന്ന് വിശ്രമിക്കുക മാത്രമല്ല, അന്ന് 7-ാം ദിനം വിശുദ്ധ ശബത്തിനെ ആചരിക്കുന്നവർക്ക് മാത്രമാണ് ഈ മൃഗത്തിന് മുദ്ര ഏൽക്കാൻ പോകുന്നത്. അപ്പോൾ ഞായറാഴ്ച നിയമത്തിന് ആദ്യ ഘട്ടം വരുമ്പോൾ അത് പരിപൂർണ്ണ മൃഗത്തിന് മുദ്ര ആയില്ല. നമ്മുടെ സെവൻത് എഡ്വെന്റിസ്റ്റുകാരുടെ കൃപയുടെ കാലം അവിടെ അവസാനിക്കുന്നില്ല, പക്ഷേ അവസാനിക്കും. പക്ഷേ എപ്പോൾ? ആ കൽപ്പന ഇനി വളർന്ന് അത് ആരാധന ദിവസമാകുമ്പോൾ. അപ്പോൾ നമുക്കിനി അധികം സമയമില്ല എന്ന് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തുറന്നു കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഇട്ട് ചോദിക്കാം. വേറൊരു കോട്ട ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക്, ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഈ കോട്ട ഇപ്രകാരം ടെസ്റ്റിമോണീസ് എന്ന് എടുത്തിരിക്കുന്നതാണ്. ലെറ്റ് അവർ പ്രേയേഴ്സ് അസെൻഡ് ടു ഗോഡ് ദാറ്റ് ഫോർ. ഇവിടെ ഞാൻ മലയാളത്തിൽ പറയാണ്, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 4 ദൂതന്മാർ ഈ കാറ്റ് ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കട്ടെ. അങ്ങനെ ഒരു അവസാന താക്കീതില്ലാതെ ലോകം നശിക്കാതിരിക്കട്ടെ. നമ്മുടെ ജനം പകുതിയെങ്കിലും ഉണർന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സംഭവത്തിന്, ക്രിസ്തുവിൻ്റെ വരവിൻ്റെ വേഗത അത് എത്രത്തോളം അടുത്തിരിക്കുന്നു മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എ റിഫോർമേഷൻ കുഡ് ഹാവ് ബ്രോട്ട് ഇൻ അവർ ചർച്ചസ് ആൻഡ് മെനി മോർ കുഡ് ബിലീവ് ദ മെസ്സേജ്. ആമേൻ. ഇത് എനിക്കും നിങ്ങൾക്കും എന്ന് പറയുന്ന ദൈവത്തിന് താക്കീതാണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നമ്മൾ ജീവിച്ച കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ വലിയൊരു നവീകരണം നമ്മുടെ സഭയിൽ നടന്നേനെ. അതുകൊണ്ട് പലരും ഈ സത്യത്തിൽ വിശ്വസിച്ച് നമ്മുടെ സഭയിലേക്ക് കടന്നു വന്നേനെ. ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമാക്കുകയാണ്, നമ്മൾ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് തുടരാം ഈ പഠനത്തിൽ. ഈ മുദ്ര തലമേലാണ്. നമ്മൾ വെളിപ്പാട് പ്രവചനം 7-ാം അധ്യായം നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കും. എന്തുകൊണ്ട് തലമേൽ? മൃഗത്തിൻ്റെ മുദ്രയാണെങ്കിൽ കൈമേലോ നെറ്റിമേലോ ആണ്, പക്ഷേ ദൈവത്തിൻ്റെ മുദ്ര നെറ്റിമേൽ മാത്രമാണ്. എന്തുകൊണ്ട്? നമുക്ക് വേറൊരു തിരുവചനത്തിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് ചിത്രം ഇവിടെ കാണാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. ഇത് യഹൂദന്മാർ ഇപ്രകാരം അവർക്ക് ഒരു കാര്യം അവർ ചെയ്യാറുണ്ടായിരുന്നു. 10 കൽപ്പന ചെറിയ ബോക്സിൽ അവരുടെ നെറ്റിപ്പട്ടമായിട്ട് കെട്ടുന്നു. എന്നാണ് തിരുവചനം പറയുന്നത്, അവയെ അടയാളമായി നിൻ്റെ കൈമേൽ കെട്ടണം, അവ നിങ്ങളുടെ കണ്ണുകൾക്കും മധ്യേ പട്ടമായിരിക്കണം. ആമേൻ. അപ്പോൾ എന്താണ് നമ്മുടെ നെറ്റിയുടെ ഇടയിൽ ഇടുന്നത് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. അതെന്താണ്? ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതിൽ ജീവനുള്ള ദൈവം
എന്ന് കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം സൃഷ്ടാവാണ് ദൈവം എന്ന് കാണിക്കുന്നത് 4-ാം കൽപ്പനയാണ്. ഒരു കൽപ്പന തെറ്റിയാൽ നമ്മൾ സകലത്തിനും കുറ്റക്കാരനായി തീരും. അതുകൊണ്ട് 10 കൽപ്പനയും നമ്മുടെ ജീവിതത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഈ വെളിപ്പാട് പ്രവചനം 7-ാം അധ്യായം നമ്മളെ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. ഏർലി റൈറ്റിംഗ്സ് എന്ന പുസ്തകത്തിൽ വേറൊരു മനോഹരമായ കോട്ടം കാണാം. ഞാൻ എൻ്റെ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. The Lord has shown me the danger of letting our minds be filled with the worldly thoughts and cares. ദൈവം സഹോദരി വൈറ്റിന് ഒരു ആപത്ത് കാണിച്ചു വിടുകയാണ്. നമ്മുടെ മനസ്സ് ലൗകിക കാര്യങ്ങളും ചിന്തകളുമായിട്ട് നിറയുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിന് മുദ്ര കിട്ടാൻ കഴിയാതെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ചെന്നെത്തും. I saw that some minds led away from the present truth and love of the Holy Bible by reading other exciting books. ഇന്ന് ദൈവം പ്രവാചിക്ക് കാണിച്ചു കൊടുത്ത കാലഘട്ടത്തിൽ പലരും തിരുവചനത്തിൽ നിന്നും വായിക്കുന്നതിൽ നിന്നുള്ള താല്പര്യം കുറയുന്നു, എതിർക്കാല സത്യത്തിൽ നിന്ന് താല്പര്യം കുറയുന്നു. കാരണം ബാക്കിയുള്ള പുസ്തകങ്ങൾ വായിച്ച് അതേപോലെ അവർ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന ചിന്തകൾ അവരുടെ മനസ്സ് നിറയുന്നു. സം ആർ ലുക്കിംഗ് ടു ഫാർ ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. പലരും ഇന്ന് ക്രിസ്തുവിൻ്റെ വരവ് ഇനിയും കുറേ നാൾക്ക് ശേഷമേ സംഭവിക്കൂ എന്ന് പലരും ചിന്തിക്കുന്നു. അതാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് പലരും ചിന്തിക്കും ക്രിസ്തു ഇപ്പോഴൊന്നും വരാൻ പോലും, ഇനിയും സമയമെടുക്കും, ഇനിയും കാലങ്ങളെടുക്കും. Time has continued a few years longer than they expected. Therefore, they think it may continue a few years more. And in this way, their minds be led from the present truth. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും സമയം വളരെ വൈകി. അതുകൊണ്ട് അവർ വീണ്ടും ചിന്തിക്കുന്നു ഇനി സമയം കുറേ എടുക്കും. അങ്ങനെ അവരുടെ മനസ്സിനെ എതിർക്കാല സത്യത്തിൽ നിന്ന് നീട്ടുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും വിശ്വസിക്കേണ്ടതാണ് ക്രിസ്തു എത്രയും പെട്ടെന്ന് വരാൻ പോകുന്നു. അങ്ങനെയുള്ള നവോത്ഥാനം നമ്മുടെ സഭകളുണ്ടാവണം, നവീകരണങ്ങൾ നമ്മുടെ സഭയിലുണ്ടാകണം. In these things I saw the great danger, for if the mind is filled with other things, present truth is shut out and there is no place in our forehead for the seal of the living God. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ മനസ്സിനെ നമ്മൾ ലൗകിക കാര്യങ്ങളെ നിറയ്ക്കുകയാണെങ്കിൽ, ലോകത്തിൻ്റെ കാര്യങ്ങൾ നിറയ്ക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മുദ്രയ്ക്ക് നമ്മുടെ സ്ഥലമില്ലാതെ പോകും. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മുദ്ര കിട്ടാതെ ഉള്ള അവസ്ഥയിലേക്ക് നമ്മൾ ചെന്ന് എത്തും. ദൈവമക്കളെ, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ ഇപ്രകാരമാണ്. എൻ്റെ മനസ്സിൽ ലൗകിക ചിന്തകളും എന്ത് തിന്നും എന്ത് കുടിക്കും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ഇതെല്ലാം ചിന്തിച്ച് ദൈവത്തിൻ്റെ മുദ്ര ഏൽക്കാനുള്ള സ്ഥലം ഇല്ലാതെ എൻ്റെ മനസ്സ് ലൗകിക കാര്യങ്ങളാണ് നടത്തിയിരിക്കുന്നു. ഇന്ന് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, എനിക്ക് ഒരുങ്ങാൻ അല്പസമയം കുറച്ചുകൂടി ഇതൊന്ന് വൈകിപ്പിക്കണേ. എന്തിനു വേണ്ടി? ഭൂമിയിൽ പാപം ചെയ്ത് ഇനിയും ജീവിക്കാൻ വേണ്ടിയല്ല, പക്ഷെ ഒരുങ്ങാൻ വേണ്ടി, ദൈവം ആഗ്രഹിക്കുന്ന സ്വഭാവം എത്താൻ വേണ്ടി. കാരണം നവംബർ മാസത്തിൽ വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി ടു ലേറ്റ്. നമ്മൾ പലരും ഇപ്പോഴും തയ്യാറല്ല. ദൈവം കുറച്ചുകൂടി സമയം നമുക്ക് നൽകുകയാണെങ്കിൽ, കാരണം പ്രവാചകന് പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടി സമയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പാപം ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയില്ല, പക്ഷേ അതിനു വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. പലർക്കും ഈ മുദ്രയെക്കുറിച്ച് പല സംശയങ്ങൾ വരാറുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര എന്ന് പറയാറില്ലേ? പരിച്ഛേദന ഒരു മുദ്രയല്ലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് വിശുദ്ധ ശബത്ത് മാത്രമാണ് മുദ്ര? ഈ മുദ്രയും ബാക്കിയുള്ള മുദ്രയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു ചാർട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നമുക്ക് പല പല മുദ്രകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ സ്നാന സമയത്തും അതേപോലെ ആ വ്യക്തിക്ക് ഒരു ഒരു നവോത്ഥാനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു റിപ്പൻറ്റൻസ് ഉണ്ടാകുന്ന സമയത്ത്, മാനസാന്തരം ഉണ്ടാകുന്ന സമയത്തായിരിക്കും ഒരു വ്യക്തി സ്നാനം കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? അവനിൽ ആത്മാവ് വരും. ക്രിസ്തുവിൻ്റെ മേൽ ആത്മാവിന് വന്നതിന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പലരും ചിലർക്ക് സ്ഥാനത്ത് മേൽ ആത്മാവ് വരും, ചിലർ പിന്നെയായിരിക്കും. നമ്മുടെ ശിഷ്യന്മാരുടെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ 12 ശിഷ്യന്മാർ സ്നാന സമയത്തല്ല എന്നോ അവരുടെ മാറ്റം പിന്നെ പെന്തക്കോസ്ത് നാളിൽ അവർ മാളികമുറിയിൽ ഇരിക്കുന്ന സമയത്താണ്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആരംഭത്തിൽ കിട്ടുന്ന ഒരു മുദ്രയാണ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. പിന്നെയുള്ള ഒരു മുദ്ര എന്ന് പറയുന്നത് വിശുദ്ധ ശബത്താണ്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം അനുസരിച്ച് എസെക്കിയേലിൻ്റെ പ്രവചനം 40 അധ്യായം അനുസരിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ ശബത്ത് 2 കാര്യങ്ങളുടെ അടയാളമാണ്. അവൻ സൃഷ്ടാവായ ദൈവത്തിന് അടയാളവും നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന് അടയാളമാണ്. അപ്പോൾ നമ്മൾ വിശുദ്ധ ശബത്ത് നമ്മൾ പാലിക്കുമ്പോൾ എപ്രകാരം 10 കൽപ്പനയിൽ ഒരു കൽപ്പന പോലും മനസ്സിലാകാതെ, കാരണം ഞാൻ ഏതെങ്കിലും വിശദമായി പരിപാലിച്ചു, പക്ഷേ ബാക്കിയുള്ള 9 കൽപ്പന ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ എൻ്റെ 7ാം ദിന വിശുദ്ധ ശബത്ത് കൊണ്ട് ഒരു പ്രയോജനമില്ല. അങ്ങനെയായിരുന്നാലും അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം അത്രത്തോളം
പാപം ചെയ്യാതെ, മനഃപൂർവ്വമായിട്ടുള്ള പാപം ചെയ്യാതെ, നമ്മളുടെ ജീവിതത്തിൽ പറ്റിച്ചേർന്നുകൊണ്ടിരിക്കുന്ന പാപം ചെയ്യാതെ അതിനെ ഉപേക്ഷിച്ച് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് തരുന്നൊരു അടയാളമാണ് എൻ്റെ സൃഷ്ടതാവും എന്നെ ശുദ്ധീകരിക്കുന്ന ദൈവം യഹോവയാണ്. പിന്നെയാണ് നമ്മൾ കാണുന്ന ഈ മൂന്നാമത്തെ ഈ മുദ്ര എന്ന് പറയുന്നത്. അത് കൃപയുടെ കാലത്തിന് അവസാനം ലഭിക്കുന്നതാണ്. അത് ദൈവം അവർ വിജയിച്ചിരിക്കുന്നുവെന്നും അതേപോലെ ദൈവം അവർ വിടുവിക്കും എന്ന് ഉള്ളതിൻ്റെ ഒരു അടയാളമാകുന്നു ആ വിശുദ്ധ ശബത്ത് ആകുന്ന ആ മുദ്ര. അപ്പോൾ പല മുദ്രയുണ്ട്. അടുത്ത ആഴ്ച വ്യാഴാഴ്ച 7 മണിക്ക് തന്നെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന സത്യം എന്നത് എന്താണ്? 1,44,000 ഒന്നിക്കൂടാത്ത വലിയൊരു ജനസമൂഹം നമ്മൾ വെളിപ്പാട് പ്രവചനം 7 ബാക്കിയുള്ള ഭാഗങ്ങളിൽ കണ്ടു. ആരാണവർ? അവർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതോ അത് 2 കൂട്ടരാണോ? ആരാണ് ഈ 1,44,000? എന്താകുന്നു ഈ 12 ഗോത്രങ്ങൾ? അത് ഇസ്രായേലിനെ കുറിച്ച് മാത്രമാണോ? ഇതെല്ലാമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ആഴത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുവരെ ദൈവത്തിൻ്റെ ആത്മ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വസിക്കുന്ന അടിയങ്ങളുടെ വാതിലുകളുടെ പിതാവേ, അടിയങ്ങളുടെ സന്നിലേക്ക് പിതാവെ കടന്നു വരുന്നു. ഈ പഠനത്തിൽ ഇതുവരെ അടിയങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തെ ദൈവത്തിന് സ്തുതിക്കുന്നു. പിതാവെ, ഇന്ന് അടിയങ്ങൾ മനസ്സിലാക്കിയതുപോലെ 4 കാറ്റിനെ ഊരിവിടാതിരിക്കാൻ ദൈവം ഇപ്പോഴും കാത്തിരിക്കുന്ന നമ്മുടെ ജനത്തിൻ്റെ ഒരുക്കില്ലായ്മയാണ്. ഞായറാഴ്ച നിയമം അത് ഒരു താക്കീതാണ് 4 കാറ്റിന് ഊരിവിടാൻ. അത് നമ്മൾ വ്യക്തമായിട്ട് കാണുന്നു. ഇന്ന് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പേരിൽ ഞായറാഴ്ച നിയമം എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവമേ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് 4 കാറ്റ് ഊതിവിടാൻ പോകുമെന്ന് മനസ്സിലാക്കണം. ദൈവത്തിന് മുദ്ര ഏൽക്കുവാൻ ആ ദൈവത്തിന് 10 കൽപ്പനയിലുണ്ട്. പിതാവേ, ആ കൽപ്പന അടിയങ്ങളുടെ ഹൃദയത്തിൽ എഴുതുന്ന എബ്രായ ലേഖനം പറഞ്ഞ പോലെ അടിയങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതുവാനും അങ്ങനെ പാപത്തിന് മേൽ അടിയങ്ങൾക്ക് വിജയം നേടുവാനും അടിയങ്ങൾ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ആത്മജീവിതത്തെ കൂടുതലായി അണിയിക്കാൻ കൃപിച്ചു പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ചോദിച്ചത് കുറവാണെങ്കിലും കൂടുതൽ നന്മ കൊണ്ട് നിറയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സർവശക്തൻ്റെ യേശുനാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അടുത്ത ആഴ്ച കാണാം.